നമസ്കാരം. ഇന്ത്യ UAE കൂട്ടുകെട്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള കൈകോർക്കൽ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും സമ്മാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരത്തിൽ വർധനവ് രേഖപ്പെടുത്തി, അതായത് വൻ വർധനവ് രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 16% ഉയർന്നു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തൊക്കെ ഇനങ്ങളിലാണ് ഈ ഗണ്യമായ വർധനവുണ്ടായത് എന്ന് ചോദിച്ചാൽ പഴങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ജ്വല്ലറി, പച്ചക്കറികൾ തുടങ്ങിയ മേഖലകളിൽ വ്യാപാരത്തിൽ ഗണ്യമായ വളർച്ച ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ പറ്റി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതിനുശേഷമുള്ള വളർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ താരിഫുകൾ ഒഴിവാക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അടിവരയിട്ട് പറയണം. അതേപോലെ തന്നെ ഒരു തുറന്ന വ്യാപാര അന്തരീക്ഷം വലിയ നേട്ടങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കി കൊടുത്തത്. മെച്ചപ്പെട്ട വിപണി പ്രവേശനം, അതുപോലെ തന്നെ വ്യാപാര ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഈ കരാറിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലൂടെ സാധ്യമായി എന്ന് വേണം പറയാൻ. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുകയും കാര്യങ്ങൾ കൃത്യതയോടെ നടക്കുന്നു എന്നുമാണ് എംബസി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും UAEയിലേക്കുള്ള കയറ്റുമതി 64% 2 വർഷം കൊണ്ട് വർദ്ധിച്ചത്. ഇന്ത്യ UAE കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ അഹ്ലാൻ മോദി പരിപാടിക്ക് ശേഷം വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. UAEയുമായി ഇന്ത്യ ഒപ്പിട്ടത് സുസ്ഥിര വളർച്ചയും അതേപോലെ വികസനങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുള്ള നിരവധി കരാറുകളാണ്. ഊർജ്ജ സുരക്ഷ മുതൽ തുറമുഖങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള കരാറുകൾ അന്ന് ഒപ്പുവെക്കുന്നുണ്ടായിരുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പരസ്പരം ബന്ധിപ്പിക്കാനുള്ള കരാർ ഒപ്പിട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകളുടെ അതിരുകൾ ഇല്ലാതെയാകും. ഇന്ത്യയുടെ റൂപേ കാർഡും UAEയുടെ ജയാൻ കാർഡും ബന്ധിപ്പിക്കുവാനുള്ള കരാർ വലിയ രീതിയിൽ ഗുണം ചെയ്തു. UAEയുമായുള്ള പുതിയ കരാറുകൾ, UAEയുമായുള്ള മികച്ച ബന്ധം, ഇതെല്ലാം ഇന്ത്യക്കും UAEക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വഴിതെളിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെ തെളിവുകൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് താനും. UAE ഇന്ന് ഇന്ത്യയുടെ 3ാമത്തെ വലിയ പങ്കാളി, അതായത് വിപണി പങ്കാളിയും 7ാമത്തെ വലിയ നിക്ഷേപ രാജ്യവുമാണ്. സാങ്കേതിക മേഖലകളിലും സഹകരണം അതിശക്തമാണ്. ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളും UAE സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഇന്ത്യയും UAEയും നൂറ്റാണ്ടുകളായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ഈത്തപ്പഴം, അതുപോലെ മുത്ത്, മത്സ്യം തുടങ്ങിയ പരമ്പരാഗത ഇനങ്ങളാൽ ആധിപത്യം പുലർത്തിയിരുന്ന വ്യാപാരം UAEയിൽ എണ്ണ കണ്ടെത്തിയതിനു ശേഷം ഗണ്യമായ ഒരു മാറ്റത്തിന് വിധേയമായി എന്ന് വേണം പറയാൻ. വളരുന്ന ഇന്ത്യ UAE സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിവേഗം വൈവിധ്യവൽക്കരിക്കുന്നതും ആഴമേറിയതുമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ സുസ്ഥിരതയ്ക്കും ശക്തിക്കും കാരണമാകുന്നുണ്ട്. പരസ്പര നേട്ടങ്ങൾക്കായിട്ട് ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നത്. 1970കളിൽ പ്രതിവർഷം $180 മില്യൺ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യ UAE വ്യാപാരം ഇന്ന് ഏകദേശം $73 ബില്യൺ ആണ്. US-നും ചൈനയ്ക്കും ശേഷം 2021-22 വർഷത്തേക്ക് ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി UAE മാറ്റുന്നുണ്ട്. കൂടാതെ 2021-22 വർഷത്തേക്ക് $28 ബില്യൺ UAE ഇന്ത്യയുടെ 2ാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണ്. UAEയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം $45 ബില്യൺ ഉള്ള 2021 ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. UAEയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതിയും ഇറക്കുമതിയും പരിശോധിക്കുകയാണ് എങ്കിൽ UAEയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വൈവിധ്യവൽക്കരിക്കപ്പെട്ടതാണ്. UAEയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ ഇവയൊക്കെയാണ്. അതായത് വിലയേറിയ ലോഹങ്ങൾ, കല്ലുകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ധാതുക്കൾ, ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അതായത് ധാന്യങ്ങൾ, പഞ്ചസാര, പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മറ്റ് സമുദ്ര വിഭവങ്ങൾ, തുണിത്തരങ്ങൾ, നാരുകൾ, പരുത്തി, നൂൽ, ഇതൊക്കെ അതിൽപ്പെടും. കൂടാതെ എഞ്ചിനീയറിംഗ്, അതേപോലെ മെഷീനറി ഉൽപ്പന്നങ്ങളും രാസവസ്തുക്കളും ഒക്കെയുണ്ട്. UAEയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി ഇനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, കല്ലുകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ധാതുക്കൾ, രാസവസ്തുക്കൾ, തടി ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെ പെടും. 2021-22 UAEയിൽ നിന്ന് ഇന്ത്യ 12,304.83 ദശലക്ഷം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ആ ഒരു സന്തുലിതാവസ്ഥ ഇരു രാജ്യങ്ങളും തമ്മിൽ പുലർത്തുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനിയും കൂടുതൽ ദൃഢമാകട്ടെ. ഇരു രാജ്യങ്ങൾക്കും അതിന്റെ നേട്ടങ്ങളും നേടിയെടുക്കാനാകട്ടെ.